ഹലോ. ഞങ്ങൾ ഈയിടെ സ്പെയിനിലൊരു ഹോളിഡേ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വെച്ചിട്ടാണേ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് UK-ന്ന് ഫെറി പിടിച്ചിട്ട് കലായിലേക്ക് പോയി. രാവിലെ 7:45 ഫെറി. അപ്പോൾ വീട്ടിൽ നിന്നൊരു 4:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. അത് കഴിഞ്ഞ് ഐറിഷ് ഫെറീസായിരുന്നു ഡോവറിൽ നിന്ന്. എന്നിട്ട് അവിടെ 1 മണിക്കൂർ നേരത്തെ എത്തണം. അപ്പോൾ 7:40 ഫെറി. അപ്പം 6:40 അവിടെ എത്തി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റൂട്ടിൽ. അത് കഴിഞ്ഞ് 1.5 മണിക്കൂറുണ്ട് ഫെറി കലായിലോട്ട്. അത് പിടിച്ച് ഞങ്ങൾ കലായിലെത്തി. കലായി എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ബോർഡറാണ്. നമ്മുടെ UK-യുടെ ഡോവർ പോലെ ഫ്രാൻസിൻ്റെ സൈഡിലുള്ളതാണ് കലായി. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് Airbnb വഴിയാണ് ഡെസ്റ്റിനേഷൻ ഹോളിഡേ മീൻസ് ഞങ്ങളുടെ ഫൈനൽ ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സ്പെയിനിൽ അന്റലൂഷ്യ ഏരിയയിൽ ഗ്രനാഡ സത്യം പറഞ്ഞാൽ സിറ്റിയിൽ നിന്ന് ഒരു മണിക്കൂറോളം ദൂരമുണ്ട്. 1.5 മണിക്കൂറോളം ദൂരമുണ്ട്. ഒരു ഭയങ്കര റിമോട്ട് ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസൊക്കെ അവിടെയുള്ളതാണേ. എങ്കിലും ഞാൻ കാര്യമൊന്ന് പറയണമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കലായിൽ നിന്ന് എന്നിട്ട് എത്തി. പിന്നെ അവിടുന്ന് നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു 12 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ട് ഫ്രാൻസിലുള്ള ബോർഡറോ എന്ന് പറയുന്ന സ്ഥലത്ത് ഐബിസിൻ്റെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ 4 പേരെന്ന് കൊടുത്തപ്പോഴേ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ 12 വയസ്സും 6 വയസ്സും ഉണ്ട്. അപ്പം അവർ ഓൾറെഡി 2 റൂമായിട്ടാണ് അങ്ങനെ ബുക്കിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 100 യൂറോളം ആയായിരുന്നു. ഫെറിക്കും ഈ പറഞ്ഞ പോലെ 100-150 റേഞ്ചിൽ പൗണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബോർഡറോ ഈ ഹോട്ടലിലോട്ട് എത്താമെന്നുള്ളതായിരുന്നു ഫസ്റ്റ് എയിം. അന്ന് രാത്രി അവിടെയായിരുന്നു സ്റ്റേ ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി രാത്രിയായിട്ട് എത്തിയാലും നമുക്കും ഈ സിറ്റിയിലൊക്കെ എത്തിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ. അപ്പം അധികം ഗ്യാപ്പ് എടുക്കാതെ എന്നാൽ ഇങ്ങനെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു ഗ്യാപ്പ് വേണം. ലഞ്ച് ബ്രേക്ക് അങ്ങനെ ബ്രേക്ക്സ് എടുക്കാതെയും പറ്റില്ല. പെട്രോൾ അടിക്കണം നമുക്ക്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പോയി ഞങ്ങൾ ജസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രാൻസിൽ ഒത്തിരി ടോൾ റോഡുകളുണ്ട്. അപ്പം ചിലത് നോൺ ടോൾ എടുത്താലും വലിയ വ്യത്യാസം വരത്തില്ല. സെയിം ടൈം വേണ്ട. എന്നാൽ ഒത്തിരി അങ്ങനെ എടുക്കാനും പറ്റില്ല. ഫുൾ നാവിഗേഷൻ എടുക്കും. ഇത് അല്ലെങ്കിൽ നോൺ ടോൾ. ഇതൊക്കെ നമ്മൾ ഒരു റിസർച്ചൊക്കെ നടത്തിയിട്ട്, ഞാനല്ല കേട്ടോ, ഫുൾ റിസർച്ചും ജസ്സിലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ട്രാവലർ മാത്രമായിരുന്നു. പക്ഷേ ഞാനാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചെയ്ത പോലെയാണല്ലോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിവേ, അപ്പം ഞങ്ങൾ അങ്ങനെ പോയി ഇതാണ് നോൺ ടോളിക്കോടെ 3 പട്ടിയുണ്ട്. എൻ്റെ കാര്യം തീരുമാനമായി. നമ്മൾ ഓടിച്ച് എവിടെ എത്തുന്നില്ല. പിന്നെ ഇടയിലൊക്കെ ആയപ്പോഴത്തേനും പിള്ളേരൊക്കെ ഇത്ര നേരം വണ്ടിയില്ലാത്തിരിക്കുമ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഞങ്ങൾ താമസിച്ച Airbnb അതിൻ്റെ ആ വീടാണിത്. അതിൻ്റെ അവിടെ നിറച്ചും ഒരു മല നിറച്ച ഒലിവുകളാണ്. അതിനകത്തൊരു വീട് ചെറിയൊരു വീടാണ്. 2 ബെഡ്റൂമായിട്ട് ഒരു കിച്ചൺ കം ഡൈനർ ലോഞ്ച് ഹൗസിനോട് ചേർന്നിട്ടൊരു എന്താ പറയുക, ഒരു പൂളുണ്ട്. പൂളായിരുന്നു അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ബേസിക്കലി ഹൗസ് ഓണറും ഹസ്ബൻഡും അവിടെ താമസിക്കുന്നുണ്ട്. അവരവരുടെ വീടിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിലൊരു ഇങ്ങനെ NX പോലെ ഉണ്ടാക്കിയിട്ട് അത് Airbnb-ക്ക് റെൻറ്റിന് കൊടുക്കുന്നതാണ്. അപ്പോൾ 1200 യൂറോകളാണ് വന്നത്. ഞങ്ങൾ 8 നൈറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ഒരു സാറ്റർഡേ നൈറ്റ് മുതൽ നെക്സ്റ്റ് സൺഡേ ഉൾപ്പെടെ. അങ്ങനെയായിരുന്നു നമ്മുടെ അക്കോമഡേഷൻ. ഇതായിരുന്നു പൂളിൽ പിന്നെ എല്ലാം കട്ട്ലറീസ്, കിച്ചണിലെ സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ബാർബിക്യൂ ചെയ്യാനുള്ള കോള് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ 10-20 വർഷം മുമ്പ് UK-യിൽ നിന്ന് അങ്ങോട്ടേക്ക് ബാറുണ്ട് എന്താ പറയുക ചെയ്തിട്ട് അങ്ങനെ അവരെല്ലാം സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഒലിവ് തോട്ടങ്ങളല്ല ഞാൻ പറഞ്ഞത്, ഈ വീടും ഇങ്ങനെ ഒരു Airbnb അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ. മുന്തിരി സ്ക്രാച്ചിങ് ഉണ്ടാക്കിയതാണോ അതോ അവരങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി ഒത്തിരി നന്നായിട്ട് ഡീസൻ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാവ് ഫാക്ടർ വീടൊന്നുമല്ല, ബട്ട് നമുക്ക്
നിൽക്കാനുള്ള എല്ലാം ഉണ്ടായിരുന്നു. മേ ബി ഇച്ചിരി കൂടെ നല്ലതൊക്കെ ആണെങ്കിലും കുഴപ്പമുണ്ടല്ലോ. ചിലപ്പോൾ ഫുൾ ടൈമും ഡേ ഫുള്ളും പുറത്ത് കറങ്ങി രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രം അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കൊട്ടും വലിയ വീടൊന്നും വേണമെന്നില്ല. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പെയിനിൽ അവിടേക്ക് 35 മുതൽ 40 ഡിഗ്രി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിള്ളേരൊക്കെ കൊണ്ട് ഫുൾ ടൈമും നമുക്ക് ഔട്ട്ഡോർ ഒന്നും ചെയ്യാനും അവരും ടയർഡാവും നമ്മളും ടയർഡാവും. അപ്പോൾ കൂടുതലും നമ്മൾ വീട്ടിലും പൂളിലും അവിടെ ചുറ്റുപാടിലും കുക്കിംഗ് ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ വീട്ടിലും സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ബട്ട് ഒരു മുന്തിരിയില്ലേ അത് നട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ വളർത്തി. അപ്പോൾ ഞങ്ങളിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഐഡിയ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എന്നുള്ളൊരു ഇതിൽ. എന്നിട്ട് നമ്മൾ ഇത്രയും ഡ്രൈവ് ചെയ്തിട്ട് 2 ദിവസം ഡ്രൈവ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ദിവസം നൈറ്റ് നമ്മളൊരു 10 മണിയോട് കൂടെ 10 അപ്പം എന്നിട്ട് കിടന്നു. അപ്പോൾ 2 റൂം ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കും വേറെ കിട്ടി, നമുക്കും വേറെ കിട്ടി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു ഇതിനകത്ത്. അപ്പം അത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എന്തെങ്കിലും സോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിവിടെ അത്യാവശ്യം കുറച്ച് അതായത് വലിയ കേട് വരാത്ത ഫുഡുകളൊക്കെ ഇല്ലേ അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടും ജസിൽ എന്നോട് ബുക്ക് ചെയ്തപ്പം 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ജസിലിന് 20 പരിപ്പുവടയും 20 ഉഴുന്നുവടയും വേണം. അതായത് ബ്രേക്ക് എടുക്കുമ്പോഴത്തേനും 3 മണിക്കൂർ കൂടുമ്പോൾ ബ്രേക്ക് വിടുമ്പം കാപ്പി കുടിക്കുമ്പം ഉഴുന്നുവട, ചായ കുടിക്കുമ്പോൾ പരിപ്പുവട. ഇതായിരുന്നു ഒരേ ഒരു കണ്ടീഷൻ. പക്ഷേ ഞാൻ പരിപ്പുവട മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, അതിനുള്ള നേരെ കിട്ടിയുള്ളൂ. പക്ഷേ പരിപ്പുവട ഞാൻ കുറച്ചധികം ഉണ്ടാക്കി. പക്ഷേ കേട് വന്നു പോയി. സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും കളയേണ്ടി വന്നു. അവിടെ എത്തി കഴിഞ്ഞിട്ട് പിന്നെ സാറ്റർഡേ നൈറ്റ് ആണ് അവിടെ എത്തിയത്. ഐബിസിൽ നിന്നിട്ട് പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് എനിക്കൊന്നു 8 മണിയോട് കൂടെ പുറപ്പെട്ടു. ഈ വീട് എത്തുന്നത് വരെ വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. പക്ഷെ വീടിന്റെ ഒരു 1-2 കിലോമീറ്റർ ഇച്ചിരി ഹാർഡ് റോഡാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി നൈറ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മളും സ്ട്രഗിൾ ചെയ്യില്ലേ രാത്രിയിൽ, അറിയാൻ പാടില്ലാത്ത സ്ഥലവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഒരു വെളിച്ചമുള്ളപ്പോൾ എത്ര ഒന്നും ഇങ്ങനെ എന്തെങ്കിലും ഗ്രോസറീസ് ഷോപ്പ് ചെയ്ത് പോകാമെന്ന് ജസ്റ്റ് എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കാണെങ്കിൽ നമ്മൾ കാറ് നിറച്ച സാധനങ്ങളായിരുന്നു. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ സ്നാക്സും അങ്ങനെ പ്രോപ്പർലി തുണികളൊക്കെ ഒതുക്കി വെച്ചിട്ടായിരുന്നു. പക്ഷേ അവസാനം ചെരുപ്പുകൾ അത് ഇതൊക്കെ വന്നപ്പോഴത്തേനും ഒത്തിരി സാധനമായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു എത്തിയിട്ട് നമുക്ക് തിരിച്ചു പോരാം, അല്ലെങ്കിൽ പിന്നെ നാളത്തേക്കുള്ള അത്യാവശ്യം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ അടുത്ത് പോയിട്ട് രാവിലത്തെ ഒരു ചായ അല്ലെങ്കിൽ കാപ്പി കുടിച്ചിരിക്കും എനിക്ക് പ്രാന്തളം. അപ്പോൾ ഞാൻ മറ്റേ 3-in-1 കോഫി പൗഡർ അങ്ങനത്തെയൊക്കെ അത്യാവശ്യം ബേസിക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി നമുക്ക് അത് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിൽ നമ്മൾ നാളെ രാവിലെ കോഫി വരെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ക്രിസാൻസ് ഉണ്ട്, ബ്രെഡുണ്ട്, കുറച്ച് മറ്റേ നട്ടലുണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്. വി ക്യാൻ മാനേജ് ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തിൽ പോകാമെന്നും പറഞ്ഞ് നമ്മൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപ്പച്ചനും അമ്മച്ചൊക്കെ നമ്മൾ ഒന്ന് ഗ്രീറ്റ് ആൻഡ് മീറ്റൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതിനെക്കുറിച്ച് ഇവിടെ അടുത്ത ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ സൺഡേ ഇവിടെ കടയൊന്നും തുറക്കില്ല. അപ്പം തന്നെ പിന്നെ സൺഡേ ഫുള്ള് നമ്മൾ ബ്ലോക്ക്ഡായി പോയില്ലേ. അപ്പം പിന്നെ അമ്മച്ചി ഇങ്ങനെ എനിക്ക് തോന്നുന്നു അവിടെ ആ ചുറ്റുപാടിലുള്ള കടകളായിരിക്കും ഉദ്ദേശിച്ചത്. ചുറ്റുപാട് മീൻസ് ഒരു 3-4-5 കിലോമീറ്ററിലുള്ളത്. അപ്പോൾ ഒരു 10 കിലോമീറ്റർ അപ്പുറം ലിഡിലും കണ്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ 10 മണിക്ക് വരെ അത് ഓപ്പണെന്ന് കണ്ടു. അപ്പം ജസ്റ്റ് പറഞ്ഞു ഇപ്പം തന്നെ പോയിട്ട് മേടിച്ചു കൊണ്ടിരാൻ നമുക്ക് എല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ വന്ന് കയറിയിട്ട് പിന്നെ ഇളയ മോന് ഉണ്ട് ആരവ്. അപ്പോൾ അതൊന്നും ഒക്കെ ഒന്ന് സെറ്റിൽ ആവണമല്ലോ. അപ്പം നിങ്ങൾ പോയിട്ട് പോകാം, ഞാനിവിടെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചോളാം എന്ന് പറഞ്ഞ് ജസലിനെയും റോഹന മൂത്തമോനെ അവനും കൂടെ ലിഡിലോട്ട് പറഞ്ഞു വിട്ടു. എനിക്ക് പേടിയത് കാരണം വന്നപ്പോൾ ഞാൻ പറഞ്ഞു 2 കിലോമീറ്റർ ഇത്തിരി ടഫ് റോഡായിരുന്നു. അപ്പോൾ ഈ അറിയാൻ പാടില്ലാത്ത സ്ഥലത്ത് കാറ് വല്ല ഒരയോ പിടിക്കുകയോ ഒക്കെ എന്നാലും പിന്നെ കാര്യം നടക്കണമല്ലോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഈ പോയപ്പോഴത്തേനും ഈ ഇത് ലൈക്ക മൊബൈലിൻ്റെ സിം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പിക്സൽ ഫോണിനകത്ത് സെറ്റപ്പ് എന്തൊക്കെയോ മാറ്റം വരുത്തണമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്താൽ ലൈക്ക വർക്ക് ചെയ്യുന്നുണ്ടായില്ല. വോഡഫോൺ ആണെങ്കിൽ പെർ ഡേ നല്ല ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് വാല്യൂ ഫോർ മണി അല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം പോകുന്ന വഴിയിലൊന്നും എനിക്ക് മൊബൈലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാരണം വലിയ ഒരാൾക്ക് മൊബൈൽ ഉണ്ടായാലും മതിയല്ലോ. അപ്പം
നാവിഗേഷനല്ലേ മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ അവിടെ ചെന്ന് നമുക്ക് വൈഫൈക്ക് ഉണ്ട്, അപ്പോൾ അത് അങ്ങനെ അവർ പോയി പെട്ടെന്ന് തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വന്നു. അത് നന്നായി എന്തായാലും, കാരണം അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ മൊത്തം ബാർബിക്യൂടെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ബർഗർ മേടിച്ചു, നമുക്ക് പിറ്റേഴ്സ് ഉണ്ടാക്കാമല്ലോ, അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഫുള്ള് ചില്ലടിച്ച് ഒന്നും ചെയ്യാതെ ലേറ്റായിട്ട് എഴുന്നേറ്റ് അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ പിള്ളേർ പൂളിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആരെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കംഫർട്ടബിൾ സ്വിമ്മിങ് ആയിട്ടുണ്ടായുള്ളൂ അവൻ. പൂളിൽ കംഫർട്ടബിൾ അത്ര ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് പോരുമ്പോഴത്തേനും അവൻ നല്ല സൂപ്പറായിട്ട് അവിടെ മാനേജ് ചെയ്യാൻ 6 അടി ഇതുണ്ട്, ഹൈറ്റ് ഉണ്ട് പൂളിൻ്റെ ഒരു ഡീപ്പെൻഡിൽ അവന് നിൽക്കാവുന്ന ഹൈറ്റേ ഉള്ളൂ. അങ്ങനെ എനിവേസ് അവൻ പിള്ളേർ രണ്ടാളും ആർമാദിച്ചു. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പൂളിൽ കിടന്ന് ഇത് ചെയ്തില്ലെങ്കിലും ഇറങ്ങുകയൊക്കെ ചെയ്തു. വെച്ചാൽ ഭയങ്കര ചൂടുവെള്ളമൊന്നും അല്ലല്ലോ, ഒരുവിധം തണുപ്പുണ്ട്. അപ്പം നമുക്ക് ഈയിടെയായിട്ട് തണുത്ത വെള്ളത്തിൽ നിൽക്കുമ്പം അത്ര കംഫർട്ടബിൾ ഫീൽ അല്ല. അപ്പം അവർ നിൽക്കുമ്പോൾ എന്തായാലും ആരെങ്കിലും ഒരാൾ അവിടെ പോസ്റ്റായിട്ട് നിൽക്കണം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈസി ആയിട്ട് അവിടെ ഇരുന്നും ഒക്കെ ആയിട്ട് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ബാർബിക്യൂ ഉണ്ടാക്കി, വൈൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, വൈൻ കുടിച്ച് പിള്ളേർക്ക് ദേശീയ അങ്ങനെ നമ്മൾ ചില്ല് ചെയ്ത് അങ്ങനെ പോയി. പിറ്റേ ദിവസം നമ്മൾ ഗ്രാനാഡയിൽ എന്താ പറയുക, നമ്മുടെ അൽഹംബ്ര എന്നിട്ടൊരു ഇതുണ്ടായിരുന്നു. അതാണ് അവിടുത്തെ ഒരു മെയിൻ. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു 11:30 സംതിങ് അങ്ങാണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.5 മണിക്കൂറുണ്ട് നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് അവിടേക്ക്. ഞാൻ അവിടെ പോയി അവിടെ അടുത്തൊരു സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത് നമ്മളവിടെ നിന്ന് നടന്ന് അവിടെ പോയി. അങ്ങനെ അന്ന് പാലസും അതൊരു വലിയ ഗാർഡനും അതങ്ങനെ ഒരു ഫുള്ളൊരു ഏരിയ ഉണ്ട്. അത് 2-3 മണിക്കൂറോളം അതിൽ കൂടുതലും സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. അപ്പം ഞങ്ങൾ അന്ന് എത്തിയെന്നു, എന്നാലും നമ്മൾ കയറ്റി വിട്ടു അവർ. അങ്ങനെ ബുക്കിംഗ് വേണമെന്നില്ല, ഫുള്ളും അവിടെ സ്പെൻഡ് ചെയ്ത് ഗാർഡനിലും അതൊക്കെ. നല്ല വെയിലുമാണ്. കുറേ നേരമൊക്കെ അവിടെയൊക്കെ പോയി പഴയ ടെമ്പിള്, സോറി മോസ്ക് കൺവേർട്ട് ചെയ്തിട്ട് ചർച്ചാക്കിയതോ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പം പിന്നെ കുറേ പഴയ ടൈൽസുകള്, അതിൻ്റെ ഇതുകള് അങ്ങനെയൊക്കെ ആയിട്ട് കാണാനുണ്ടായിരുന്നു. കണ്ട് പിന്നെ എന്തുവാ കാണുന്ന സീനും നമ്മൾ വേറൊരു ദിവസം വേറൊരു ചർച്ചിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നോക്കി അങ്ങനെ എനിക്ക് സമയം കഴിച്ചിട്ടതാണേ. എനിവേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അന്ന് അങ്ങനെ ഇത് ചെയ്തുകൊണ്ട് വൈകുന്നേരം പിള്ളേർക്കും ബോറടിച്ചാവും. അവർക്ക് അവരിവിടുന്ന് പോകുമ്പോഴേ ആദ്യം പറയാറുള്ളത് വി ഡോണ്ട് വാണ്ട് ടു സീ എനി ഓൾഡ് ടെമ്പിൾ എന്നാണ്. അത് കഴിഞ്ഞ് അപ്പോൾ അവിടുത്തെ ഷോപ്പിംഗ് മാളിൽ പോയി ഡ്രിങ്ക്സൊക്കെ വാങ്ങി ഫുഡൊക്കെ വാങ്ങി. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ ചില്ല് ചെയ്ത് പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്ന് പിന്നെ എന്തുവാ, നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്പെയിനിലോ ഫ്രാൻസിലൊക്കെ ഹോളിഡേ പോകുമ്പോഴത്തേനും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് പൈല എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഫിഷും ചിക്കനും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു റൈസാണത്. സ്പാനിഷുകാരുടെ ഒരു ഫുഡാണ്. അപ്പം നമ്മുടെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ഒരു ചെറിയ ചായയുണ്ട്, എന്നാൽ ഒരു വേറെ ടേസ്റ്റാണ്. കുത്തനെ ടേസ്റ്റുകളൊന്നുമില്ല, അങ്ങനെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റണം പോലത്തെ. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പം ഞാനെപ്പോഴും അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പം റോഹനി പാസ്തയൊക്കെ ഇല്ലേ, അതൊക്കെ മറ്റേ സോഫ്റ്റ് ആയിട്ടുള്ള പാസ്തയില്ലേ, അത് വാങ്ങി അങ്ങനെ ജസ്റ്റ് അത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. ഞാൻ പയ്യിൽ പ്രിപ്പയർ ചെയ്തു. അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ അന്ന് അവിടെ പിന്നെ പിറ്റേ ദിവസം നമ്മളിങ്ങനെ ബീച്ചിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പിന്നെ രാവിലെ തന്നെ പോയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ ചില്ല് ചെയ്തിട്ട് ഇരുന്ന് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അതൊക്കെ റെഡിയൊക്കെ ആയിട്ട് ബീച്ചിലോട്ട് പോയി. അന്ന് നേച്ചാന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. പിള്ളേരൊക്കെ ബീച്ചിലൊക്കെ കളിച്ച് നമ്മളൊക്കെ അങ്ങനെ
അങ്ങനെ മെയിൻസ് ഒന്നും അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചിട്ട് ഞാൻ ഓർക്കുന്നില്ല. അന്ന് ഇതുപോലെ സ്നാക്സ് ഒക്കെ എന്തോ വാങ്ങിയെന്നേ ഉള്ളൂ. സ്നാക്കല്ല, ഇങ്ങനെ ഐസ്ക്രീം പോലത്തെ. അങ്ങനെ പിന്നെ തിരിച്ചിവിടെ വന്ന് രാത്രി എത്തിയപ്പം അങ്ങനെ കിടക്കാനുള്ള സമയം ഉണ്ടായില്ല, കഴിച്ച് കിടന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമുക്കൊരു ലോങ് ട്രിപ്പ് ഉണ്ടായിരുന്നു, കോർഡോബ എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ ഈ സദേൺ സ്പെയിനിൽ 3 സ്ഥലങ്ങളാണ് അങ്ങനെ മെയിനായിട്ടുള്ളത്. ഒരെണ്ണം ഗ്രനാഡ, പിന്നെ ഒരെണ്ണം കോർഡോബ, പിന്നെ സിവില്, പിന്നെ നമ്മൾ പോയത് ഒരെണ്ണം What will you give in മലാഗ. back ഇതാണ് other than ലോങ് ഡേ trouble? ട്രിപ്സ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഈസി തിരിച്ച് ചെയ്തായിരുന്നു. അങ്ങനെ കോർഡോബ പോയി നമ്മൾ Adam, can you please swap അവിടുത്തെ with Daddy? Oh no. അതിൻ്റെ Adam. പിറ്റേ ദിവസം കോർഡോബ പോയി. അവിടെ ചെന്നിട്ട് എന്താ നോക്കിയത്, ഓർക്കുമിനി പറയാട്ടോ. Come on, Ara, go for it. അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് വരുമ്പോൾ നമ്മൾ ഒരു ഈ കിട്ടത്തില്ലേ മെക്ഡോണൽഡ്സും അതുപോലെ തന്നെ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ബർഗറൊക്കെ കഴിച്ച് അങ്ങനെയാണ് വന്നത്. അന്ന് പുറത്തുനിന്ന് ഭക്ഷണം ഡിന്നർ കേട്ടോ. You asked for it. ലഞ്ച് പറഞ്ഞ പോലെ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മള് ഈ കോർഡോബയിൽ ആക്ച്വലി ഒത്തിരി ഇങ്ങനെ സ്ട്രീറ്റ്സ്, ജൂയിഷ് സ്ട്രീറ്റ്സ്. Do you want to come and sit in the sun or do you want to go into the pool? നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്ന് Go for it. അങ്ങനെയൊക്കെ ആയിരുന്നു കോർഡോബയിലിട്ടെ. എന്നിട്ട് വൈകുന്നേരം ആയപ്പം ഇവിടെ കഴിക്കാൻ വന്ന് അതുപോലെ ഒരു ഷോപ്പിംഗ് മോളിലാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് അവിടെ ചെല്ലിയത് നമ്മൾ രാത്രി തിരിച്ച് വീട്ടിലെത്തി. ഈ എന്നും വൈകുന്നേരം പൂളിൽ പോവും, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം വന്ന് നേരെ പൂളിൽ കുറേ നേരം ഇതായി. അപ്പം പൂളിലിരിക്കുമ്പോൾ ആകെ ഒരു പ്രശ്നമുള്ളത് ഏതെങ്കിലും ഒരാൾ അവിടെ അവൈലബിൾ ആയിരിക്കണം. നമുക്ക് കൂടെ അതിനുള്ളിൽ നിൽക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം. പക്ഷെ അത്രയും എനിക്ക് ദേഹം താഴ്ത്തും ഒരു ഇരുന്ന് മതിയല്ലോ. അപ്പോഴത്തേനും ആരും നല്ല കംഫർട്ടബിൾ ആയിട്ടായിരുന്നു. അപ്പം ആദ്യത്തെ ദിവസമൊക്കെ ഇങ്ങനെ കണ്ണ് വെച്ച് നോക്കിയിരിക്കുന്നു, കാരണം പെട്ടെന്നല്ലേ അറ്റത്തേക്ക് മുങ്ങിയൊക്കെ പോകുന്നത്. അപ്പം പിന്നെ ആ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അത് വെച്ചിട്ട് ഒരുവിധം നിൽക്കാൻ പറ്റും പൂളില്. പിന്നെ കുറച്ച് ഫ്ലോട്ട്സ് പോലത്തെ സാധനങ്ങളുണ്ടായിരുന്നു. നന്നായിട്ട്. അപ്പം എല്ലാത്തിനും കൂടെ അടിപൊളിയായിരുന്നു. അങ്ങനെ അത് നമ്മൾ ഇത്രയും ലോങ് ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ പിറ്റേ ദിവസം ചുമ്മാ ഇരിക്കാൻ അങ്ങനെ ഇരുന്നാണ്ട് പിന്നെ ഈ നമ്മുടെ എന്താ ചെയ്യേണ്ടത് ഒരു ബുക്കിലൊക്കെ എഴുതി വെക്കുമല്ലോ, അതായത് ഡയറക്ഷൻസ്, നിയർ ബൈ സ്മോൾ ട്രിപ്സ്. ഞങ്ങൾ പോയതൊക്കെ ആക്ച്വലി ലോങ് ട്രിപ്സാണ്. അതൊന്നും അമ്മച്ചിയുടെ ഇതിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് അപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് ഒരു ½ an hour ദൂരത്തിലുള്ള തിങ്സ് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ 1-2 അനുഭവം പ്രീവിയസ് ട്രിപ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നല്ലൊരു വാട്ടർഫോൾ, ഭയങ്കര കാടിൻ്റെ ഉള്ളിലൊക്കെ കണ്ട പോലെ. അപ്പം അതൊക്കെ ആയിരിക്കും നമ്മൾ വലിയ പ്രതീക്ഷയിലൊക്കെ. അപ്പോൾ പറഞ്ഞു ഒത്തിരി നേരത്തെ ഇറങ്ങാം, 2 മണിക്ക് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ നീ വന്ന് 4 മണി 5 മണിയായി ഇറങ്ങി. അപ്പോൾ ലേറ്റ് ആവാണ്ട് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വണ്ണമില്ല. കുറച്ചൊരു ചെറിയ വെള്ളം ഇങ്ങനെ ഇതാകുന്നുണ്ട്, ഒരു സുഖമില്ല. അത് അവിടെ ഒരു മനുഷ്യനില്ല താനും. അങ്ങനെ ഞങ്ങളവിടെ പോയി ഒരു അരമണിക്കൂർ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ പോയ സ്പീഡിൽ തന്നെ തിരിച്ച് അങ്ങനെ അവിടുത്തെ ഒരു നിയർ ബൈ ടൗൺ സെൻറ്ററിൽ പോയി ഒരു കഫേയിൽ പോയി കോഫി, പിന്നെ കേക്ക് അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് നല്ല കോഫി ഉണ്ടാക്കി പൂളിൻ്റെ അവിടെ വന്നിരുന്നിട്ട് അങ്ങനെ ചുറ്റും ഒലിവുകളാ ചുറ്റിലും. അപ്പൊ അതും ഇങ്ങനെ നോക്കി റിലാക്സ് ചെയ്തിരിക്കും. ഒന്നും ചെയ്യണ്ട, ഫോണും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു. ഇടയ്ക്ക് ഞാൻ ചുമ്മാ ഒരു മെമ്മറിക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ടെന്നേ ഉള്ളൂ. അത്ര റിലാക്സ്ഡ് ആയിരുന്നു അവിടെ. അങ്ങനെ എനിവേ അന്ന് അതൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഡിന്നർ കഴിച്ചത്. നമ്മൾ കഴിച്ചു ഓർമ്മയില്ല. ഞാൻ കോഫി കുടിച്ചുകൊണ്ട് എനിവേ എൻ്റെ മെയിനായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഈ പൈലുണ്ടായിരുന്നല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് എപ്പോഴും പോകുമ്പോൾ ഇത്തിരി മസാലകൾ, പിന്നെ പരിപ്പ് കൊണ്ടുപോകും. കാരണം കുറച്ച് ദിവസമൊക്കെ ഒടിപ്പിച്ച് പച്ചക്കറി കഴിച്ചില്ല, നോൺ വെജ് കഴിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്കത്ര ഇഷ്ടമല്ല. അപ്പം റൈസ് പിന്നെ അവിടെ നിന്ന് വാങ്ങി, പരിപ്പ് കൊണ്ടുപോകും. ഇതുപോലെ ഇച്ചിരി പച്ചക്കറിയും ഒക്കെ, പച്ചക്കറിയല്ല ഈ മസാലകൾ, ഇവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പല്ല അതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് ഞാനപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം ജസ്റ്റ് ഒരു സിമ്പിൾ പുലാവും അല്ല ഫ്രൈഡ് റൈസും അല്ല ഉള്ള വെജിറ്റബിളൊക്കെ വെച്ചിട്ട് ഫ്രോസൺ വെജിറ്റബിൾ വാങ്ങിയായിരുന്നല്ലോ അവിടെ നിന്ന്. അപ്പം അതൊക്കെ വെച്ചിട്ട്
Yes. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു റൈസ് Do ഇതുണ്ടാക്കി another go. യോഗട്ട് കൂട്ടി അത് കഴിച്ചത് ഈസി ഈറ്റ് പോലെ Do another go അങ്ങനെ. to the deep end. സാധാരണ ഞാൻ പിക്കിൾ കൊണ്ട് പറയില്ല, ഇത്തവണ പിക്കിൾ Can you കൊണ്ട് do a go to the deep end? പക്ഷെ ഓക്കെ ആയിരുന്നു, യോഗട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എന്തോ ഈ ഇതിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു ഇതില്ലേ നമ്മുടെ പാസ്തയുടെ സൈഡിലിടുന്ന ഒരു ടൊമാറ്റോയുടെ ഒരു സോസ് പോലെ, നമ്മുടെ ടൊമാറ്റോ ചമ്മന്തിയുടെ ഒരു സ്പാനിഷ് പാക്കറ്റ്, അതൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്തുവാ ചെയ്തേ, അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ 3-4 ലോങ് ട്രിപ്പ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു സമയമൊക്കെ ഒന്നും ചെയ്യണ്ട ചുമ്മാ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ അന്ന് ഫുൾ ഡേ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങിയില്ല. പക്ഷെ എനിക്കൊരു പുറത്തിറങ്ങാത്ത ഫീലിംഗ് ഉണ്ടല്ലോ, കാരണം നമ്മൾ പൂളിൻ്റെ അവിടെ എന്തായാലും പോയി കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതും പിന്നെ ചെറിയ എന്താ പറയുക, വീഡിയോ ഒക്കെ കാണും, യൂട്യൂബ് കാണും, ഷോർട്സ് കാണും, അങ്ങനെയൊക്കെ പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പം ജസ്സിൽ മാത്രം ഒന്ന് നടക്കാൻ പോയി. ജസ്സിൽ എല്ലാ ദിവസവും ഒരു 20,000 സ്റ്റെപ്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരു ഓഫീസിൽ എന്തോ ഒരു അതായത് UK ന്ന് വെനീസ് എത്തണ വരെ നടക്കണം. അപ്പോൾ ഇവരുടെ ഒരു ടീമുണ്ട്, ഓരോ ടീമാരും നടക്കണം, അല്ല എവിടെ വേണമെങ്കിലും നടക്കാം, പക്ഷേ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടോട്ടൽ വെനീസിലെത്തണം. അങ്ങനെ എന്തോ ഒരു കോമ്പറ്റീഷൻ നടക്കണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ സ്പിരിറ്റിൽ ഇതിലൊക്കെ ഒന്ന് ശരീരം അങ്ങോട്ട് വിചാരിച്ചിട്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യണ്ടായിരുന്നു. അപ്പം അത് അവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ നമ്മളിവിടുന്ന് ഇറങ്ങി ഒരു 5-8 കിലോമീറ്ററോളം നടന്ന് തിരിച്ചൊക്കെ വന്ന് അങ്ങനെ ഒരു അപ്പോൾ പറയണ്ടായിരുന്നു, നമ്മളൊരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ കുറേ നടന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് വരും. ഞാൻ പിന്നെ ശരീരം നിൽക്കാൻ പോയി വെറുതെ എന്തിനാ. അപ്പം അങ്ങനെ അതവിടെ അന്ന് അങ്ങനെ കഴിഞ്ഞു കൂടിയിട്ട് അത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ പിന്നെ ഈ സെവിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, സിബിയാന്നും കണ്ട് അത് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു സ്പാനിഷിൽ. ഞങ്ങൾ ഒരു 12 വർഷം മുമ്പ് ഞങ്ങൾ പോർച്ചുഗൽ പോയിട്ടുണ്ടായിരുന്നു. പോർച്ചുഗൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും അന്ന് മൂത്ത മോന റോഹന് 1 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് അത്രയൊന്നും അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പായിട്ടേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊന്നും അവിടെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. കുറച്ച് ട്രിപ്സൊക്കെ നടക്കണ്ടല്ലോ. പിന്നെ ഇത്രയും പേരാകുമ്പോൾ എല്ലാവരും മാനേജ് ചെയ്ത് എല്ലാവരുടെയും ഭക്ഷണവും റെഡിയായി ഇറങ്ങലും ഒക്കെ സ്ലോ അതായിരുന്നു. അന്ന് കൂടുതലും സമയം നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ടിങ്, കുക്കിങ് കുറേ ചെയ്തു, പിന്നെ അതെല്ലാം എൻജോയ് ചെയ്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. ചെറിയ ട്രിപ്സ് അന്ന് നടക്കണ്ടായിരുന്നു. ഐ വാസ് ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷേ ഇവർക്കൊക്കെയാണ് കുറേ ദൂരെ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഇങ്ങനെ കേട്ടിട്ടുള്ള പേരായിരുന്നു സെവിൽ. നമുക്ക് സെവിലൊന്ന് വെച്ച് പിടിച്ചാൽ മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പക്ഷേ ഇനി ഈ ഭാഗത്തൊന്നും നമ്മൾ വരുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാറ്റർഡേ നമ്മൾ സെവിൽ രാവിലെ ഇറങ്ങി. അങ്ങനെ അപ്പോൾ അവിടെ ഒരു ഇതുപോലെ തന്നെ ഒരു കത്തീഡ്രൽ ഉണ്ടായിരുന്നു. അത് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ടൂറായിട്ടൊക്കെ ബുക്ക് ചെയ്തു. അതാകുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല എന്തൊക്കെയാന്നൊക്കെ. അപ്പം അങ്ങനെ അത് ബുക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ 1 മണിക്ക് 12:30 അങ്ങോട്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് 12:30 1:30 അങ്ങോട്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ജസ്റ്റ് അവിടെ എത്തിയുള്ളൂ. അങ്ങനെ അത് ടൂറൊക്കെ കണ്ട് അങ്ങനെ പിന്നെ ആ ടൗണും ഒക്കെ ഒന്ന് കറങ്ങി. അങ്ങനെ അന്നൊരു നല്ല ട്രിപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ബീച്ചിലൊന്നും കൂടെ പോയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മലാഗ എന്ന് പറഞ്ഞിട്ട് അതുപോലെ 1-1.5 മണിക്കൂർ ദൂരമുള്ളൊരു സ്ഥലത്താണ്. അപ്പം അവിടെ പോയി. അത് നല്ല ബീച്ചായിരുന്നു ആക്ച്വലി. നമ്മൾ അവിടെ ഇങ്ങനെ ഈ മറ്റേ സീറ്റൊക്കെ ഇങ്ങനെ ഹയർ ചെയ്യാൻ കിട്ടത്തില്ലേ, അതൊക്കെ എടുത്തൊരു കുടയൊക്കെ. അപ്പം നമ്മൾ പണ്ട് പോർച്ചുഗൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അന്ന് ടവീറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴത്തേനും അന്ന് എൻ്റെ മോൻ 1 വയസ്സുള്ളൂ. അപ്പോൾ അവനാണെങ്കിൽ ഇരിക്കില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ ഈ 3 ആളും മീൻസ് ഞങ്ങൾ 2 ആളും കൂടി ഇവനെ ഇട്ട് എങ്ങനെയെങ്കിലും ഉറക്കണോ, കൊണ്ടു കിടക്കുന്നു, ഇങ്ങനെ ഉറങ്ങുന്നില്ല, അങ്ങനെ എൻജോയേ ചെയ്തില്ലായിരുന്നു. ഒരു മിസ്സിങ് ഫീലിംഗ് ആയിരുന്നു. അപ്പം ആ എൻജോയ്മെൻറ്റ് എന്താണെന്ന് ഞങ്ങൾ 12 വർഷത്തിന് ശേഷം ഇപ്പോഴാണെന്ന് അങ്ങനത്തെ ഒരു ബീച്ചിൽ അങ്ങനെ കിടന്ന്. ഇപ്പോൾ പിള്ളേർ ബീച്ചിൽ കളിക്കണ്ടായിരുന്നു, പക്ഷേ സേഫായിരുന്നു, അവിടെ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ അത്ര ദൂരേക്ക് പോകണ്ടായിരുന്നില്ല, വെള്ളം അങ്ങനെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് അവരെ നോക്കിയിരിക്കാം നമുക്ക് ആക്ച്വലി. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് അവിടെയൊക്കെ കിടന്ന് അങ്ങനെ അതൊരു നല്ല ഡേ ആയിരുന്നു. എൻ്റെ സിവിലിൽ പോയപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തപ്പാസ് നമ്മൾ അതുവരെ ആക്ച്വലി കഴിച്ചില്ലായിരുന്നു പുറത്തുനിന്ന്. അങ്ങനെ തപ്പാസിൻ്റെ അവിടെ പോയി അത് കഴിച്ചു. സാങ്ക്രിയ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്ക് ഉണ്ട്, അത് കുടിച്ചു. അങ്ങനെ അന്നാണൊരു ഈ സ്പാനിഷ് ഫുഡ് എന്ന് പറയാം ഒരു ഇത് പുറത്തുനിന്ന് അങ്ങനെ ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ പിള്ളേർക്കൊക്കെ അത് ഭയങ്കര റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇതല്ലേ.
അങ്ങനെ. പക്ഷേ നമ്മളിപ്പം എല്ലാവരും കൂടെ നിന്ന് ലാവിഷായിട്ട് കഴിച്ചാൽ €100 ആവും ഒരു മീലിന്. അപ്പം എന്നും അത് നമുക്ക് മുതലിക്കില്ല. അതുകൊണ്ട് നമ്മളതങ്ങനെ ഒരു മോഡറേഷനിൽ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ജങ്ക് കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല. 10-30 പൗണ്ടിനൊക്കെ ഇപ്പം മെഗ്ഡിയിലൊക്കെ പോയി 30 ആവില്ല, 25 കൂടുതലാണെങ്കിൽ ലാവിഷായിട്ട് കഴിക്കുക. എല്ലാ ദിവസവും അതാവുമ്പോൾ നമുക്കും വയറ് അപ്സെറ്റ് ആവും. പിന്നെ എന്തോ ഇപ്പം വയസ്സായതിൻ്റെയാണെന്ന് തോന്നുന്നു ഇതൊന്നും വലിയ താല്പര്യമില്ല. ഒത്തിരി ജങ്ക് What happened? ഇവൻ He's just going to the car for something. എന്തിനാ കഴിച്ചു എന്നുള്ളൊരു അതിനും Do you have a snorkeling kit? ആയിട്ടുള്ളതാണ്. What? Snorkeling kit, like with that tube. അങ്ങനെ നമ്മൾ ഈ You think I carry that? Those kinds of things? ബീച്ചിൽ പോയി Giving food to the, I was giving food to the fish. അതുപോലെ Oh, what were you giving? കുടിച്ച് So those were lunch. What There did you were give? loads of fish, it's colourful. കിട്ടി. No, I gave them the lunch to them. Let's go see it again. I don't. സിവിലിന് €17 മാത്രമല്ല അത് ഒരു അരമണിക്കൂർ നടക്കാനുണ്ടായിരുന്നു ഈ ഓൾഡ് ടൗണിലോട്ട്. അതാണെങ്കിൽ സമയം വൈകുമെന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ടൂറുണ്ടായതുകൊണ്ട് നമ്മൾ സമയത്ത് നിൽക്കണമല്ലോ കത്തീഡ്രലിൽ. അത് വെറുതാണ്. അപ്പം ഒത്തിരി ആയൊന്നുമില്ല. ജീവിതത്തിലൊക്കെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു നമുക്ക് എല്ലാ റൂമുകളിലും വേണ്ടിയിട്ട് ഞാൻ 400 പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ പള്ളിക്കകത്ത് തന്നെ. ലൈക്ക് കുർബാനകളൊക്കെ ഒറ്റയടിക്ക് നടന്നിരുന്ന പള്ളിയാണെന്നൊക്കെ പറഞ്ഞങ്ങനെ ഒത്തിരി What, Tara? മറ്റേ കൊളംബത്തിൽ പുള്ളിയുടെ ബോഡി അവിടെ ഇരിക്കണം, പുള്ളിയുടെ മോൻ്റെ ബോഡി അവിടെയാണ്. അങ്ങനെ കുറേ ഇതുണ്ട്. അത്രയൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ അറിയുള്ളൂ കേട്ടോ. കുറേ സ്റ്റോറിയുണ്ട് അങ്ങനെ അതൊക്കെ ചെയ്ത്. പിന്നെ എന്തുവാ ഇത് ഇതൊന്ന് മലാഗയിൽ അങ്ങോട്ട് മലാഗയിൽ ബീച്ചൊക്കെയാണ് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ നമ്മുടെ എയർബിഎൻബിയിൽ വാഷിംഗ് മെഷീനൊക്കെ വാഷ് ചെയ്യണ്ടായിരുന്നു. ഇത്രയും ദിവസമുള്ളതല്ല പിള്ളേരൊക്കെ ഒക്കെ. ഒത്തിരി എനിക്കെൻ്റെ നല്ല ഡ്രസ്സുകളൊന്നും അവിടെ പോയി വാഷിംഗ് മെഷീനിലിടാൻ എനിക്ക് ചെയ്തു. അതുകൊണ്ട് അതൊക്കെ ഞാൻ എല്ലാ ദിവസത്തേക്കും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെയിലി വേസ്റ്റ് അങ്ങനെയൊക്കെ അതൊക്കെ പിള്ളേരുടെയൊക്കെ അലക്കാനൊക്കെ ഇടും. അങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ ഗുണം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചിടെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളങ്ങനെ സാധാരണ കാറിൽ പോകുമ്പോൾ അങ്ങനെ പാട്ടിടുന്നത് ശീലമില്ല. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാറ്. ഇതിപ്പോൾ ഇത്രയും നേരമല്ലേ എന്തോന്നീ പറയുന്നത്. അത് പിന്നെ നമ്മൾ പഴയ 80s നമ്മുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ഇംഗ്ലീഷ് സോങ് വേണമെന്ന്. I'm not taking your picture. നമ്മൾ ഈയിടെ ഇത് നമ്മൾ ഹോട്ടലിൽ ഒരു മുറി ഒരുമിക്കാൻ പറ്റില്ല. അതെ സുഖം പിടിച്ച് ഇനിയിപ്പോ UK ഹോട്ടൽ അല്ലെങ്കിൽ UK ഹോട്ടലിൽ കയറ്റില്ല. റോഹൻ 12 വയസ്സ് കഴിഞ്ഞു. ബേസിക്കലി സ്വിച്ചൊക്കെ യൂസ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മൊബൈൽ കൊടുക്കണ്ടായില്ല. കാരണം നമുക്ക് ഒന്നത്തെ ഇതും വേണമല്ലോ, എന്താ പറയുക, ട്രാവൽ ചെയ്യുമ്പം നമുക്കും നാവിഗേഷൻ വേണം. ഒരാളുടെ സ്പെയർ ഉണ്ടെങ്കിലും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട്. തിരിച്ചു വന്നപ്പോൾ പിന്നെ ടോൾ റോഡ് തന്നെ പിടിച്ച് വന്നത്. കാരണം ഒന്നത്തെ അങ്ങോട്ട് പോയപ്പോൾ ഫ്രാൻസിലോട്ട് പോയപ്പോൾ ഒത്തിരി സമയമെടുത്തു. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബോർഡറോ എന്ന് പറഞ്ഞ സ്ഥലത്ത്. തിരിച്ചു വന്നപ്പോഴും നമ്മൾ ബോർഡറോയിൽ തന്നെയാണ് നിന്നത്. അപ്പോൾ ഒരു 12-13 hours ഉണ്ടായിരുന്നു. എങ്കിലും രാവിലെ 6:30 ആയപ്പോൾ ഇറങ്ങി ഇവിടെ ഒരു 7 മണി 8 മണിയായപ്പം എത്തി. ഓക്കെ ആയിരുന്നു കേട്ടോ. തിരിച്ചെത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഹോട്ടലിൽ കിടന്ന് നമ്മൾ എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോയി. അങ്ങനെ സമയമുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് നൈറ്റല്ലേ. അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു. അപ്പം ശരി കേട്ടോ, വീഡിയോ ഒക്കെ കഴിഞ്ഞു.